നമസ്കാരം. ഇന്നലെ ഹൈക്കോടതിയിൽ കണ്ണൂർ മുൻ എ.ഡി.എം. നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് നടന്ന വാദത്തിൽ കുരുക്കിലായത് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദനും ഭാര്യ ശ്യാമളയുമാണ്. നവീൻ ബാബുവിന്റെ മരണത്തെ തുടർന്ന് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ അറസ്റ്റിലായി പുറത്തിറങ്ങിയ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയെ സ്വീകരിക്കാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ എത്തിയത് സംശയാസ്പദമാണ്. സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറി തന്നെ ദിവ്യയെ ആനയിച്ചു കൊണ്ടുവരാൻ മുന്നിൽ നിൽക്കുന്നു. എങ്ങനെയാണ് തങ്ങൾക്ക് നീതി ലഭിക്കുക എന്നാണ് മഞ്ജുഷ ചോദിക്കുന്നത്. അതുകൊണ്ട് CBI അന്വേഷണം വേണമെന്ന നിലപാടിൽ നവീൻ ബാബുവിന്റെ കുടുംബവും ഉറച്ചു നിൽക്കുന്നു. അതേസമയം അത് വേണ്ട എന്ന നിലപാടിൽ സർക്കാരും ഉറച്ചു നിൽക്കുന്നു. തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് നവീൻ ബാബു പറഞ്ഞെന്ന കളക്ടറുടെ മൊഴി നുണയാണെന്നും കളക്ടർ പെരുങ്കള്ളനാണെന്നും മഞ്ജുഷ വ്യക്തമാക്കുന്നുണ്ട്. ഇതിനു മുൻപും മഞ്ജുഷ ഇക്കാര്യങ്ങൾ മാധ്യമങ്ങളോടടക്കം പറഞ്ഞിട്ടുള്ളതാണ്. നേരത്തെ വകുപ്പ് തല അന്വേഷണം നടത്തിയപ്പോൾ മന്ത്രി പെട്ടെന്ന് തന്നെ വിശദീകരണം നൽകാൻ പറഞ്ഞിരുന്നു. അപ്പോഴൊന്നും കളക്ടർ ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടേയില്ല. പക്ഷെ അതിനുശേഷം കളക്ടർ കൃത്യമായി CPM-നോടും ആലോചന നടത്തി തിരക്കഥ മെനഞ്ഞതിനു ശേഷമാണ് ഈ മൊഴി നൽകിയിട്ടുള്ളത്. കളക്ടറുടെ ചേംബറിന് ചുറ്റുമുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം. പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ല എന്ന് തെളിയിച്ചാൽ മാത്രമേ CBI അന്വേഷണത്തിലേക്ക് പോകാൻ സാധിക്കൂ. പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവുകൾ തന്നെയാണിത്. ദിവ്യയെ കഴിഞ്ഞ ദിവസമാണ് ജില്ലാ പഞ്ചായത്ത് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ സ്ഥിരാംഗമാക്കിയത്. ഇവരെ അനുകൂലിച്ച CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവനയുമുണ്ട്. അവരുടെ സ്വാധീനമാണ് ഇത് വ്യക്തമാക്കുന്നത് എന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രശാന്തൻ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിക്കായി വിവരാവകാശ അപേക്ഷ പോലും നൽകിയിട്ടും മറുപടി ലഭിച്ചിട്ടില്ല. പ്രശാന്തനും ദിവ്യയുടെ ഭർത്താവും ജോലി ചെയ്തിരുന്ന പരിയാരം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടന്നത്. തൂങ്ങി മരിച്ചെന്ന നിലയിൽ കണ്ടെത്തിയ A.D.M. നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിലെ രക്തക്കറ ഇൻക്വസ്റ്റ് നടത്തിയ പോലീസ് കണ്ടിട്ടും പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറോട് പറയാതിരുന്നതും സംശയകരമാണ്. കഴുത്തിൽ കയർ മുറുകിയതിന്റെ അടയാളത്തിൽ 10 സെന്റിമീറ്ററിന്റെ വ്യത്യാസം ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ തമ്മിലുണ്ട്. 55 കിലോയുള്ള നവീൻ ബാബു കനം കുറഞ്ഞ കയറിൽ തൂങ്ങി മരിച്ചെന്നത് അവിശ്വസനീയമാണ്. മരണവെപ്രാളത്തിൽ ഈ കയർ പൊട്ടി താഴെ വീഴേണ്ടതാണ്. അത്തരത്തിലുള്ള യാതൊരു കാര്യങ്ങളും തന്നെ അവിടെ ഉണ്ടായില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് കൊന്നു കെട്ടിത്തൂക്കിയതാകാനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് മഞ്ജുഷ കോടതിയിൽ വാദിച്ചത്. ആന്തരിക സ്രവങ്ങളൊന്നും മൃതദേഹത്തിൽ ഉണ്ടായിരുന്നില്ല. കഴുത്തിലെ കയറിന്റെ പാട് ബലപ്രയോഗം നടന്നു എന്ന സംശയത്തിന് ഇടയാക്കുന്നു. ഇൻക്വസ്റ്റ് തുടങ്ങിയ ശേഷമാണ് വിവരം സഹോദരനെ ഫോണിൽ അറിയിച്ചത് പോലും. ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും തിടുക്കത്തിലാണ് നടന്നത്. പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുതെന്ന് കളക്ടറോട് പറഞ്ഞിട്ടും അവിടെ തന്നെ നടത്തിയത് സംശയകരമാണെന്നും മഞ്ജുഷയുടെ അഭിഭാഷകൻ ജോൺ എസ് റാൽഫ് വാദിച്ചു. ആരോപണത്തിനപ്പുറം തെളിവുകളൊന്നും ഹാജരാക്കുന്നില്ലെന്ന് സർക്കാർ വ്യക്തമാക്കി. നവീൻ അവസാനമായി സംസാരിച്ചത് മഞ്ജുഷയോടാണ്. എന്നാൽ സംശയകരമായ ഒന്നും അവർക്ക് പങ്കുവയ്ക്കാനായിട്ടില്ല. കൊലപാതകമെന്ന സംശയത്തിൽ കുടുംബം ഉന്നയിച്ച കാര്യങ്ങളും പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുമെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ TA ഷാജി അറിയിച്ചിട്ടുണ്ട്. കേസ് CBI ഏറ്റെടുക്കേണ്ട അസാധാരണ സാഹചര്യം എന്താണെന്ന് കോടതി ചോദിച്ചു. പ്രതി PP ദിവ്യയുടെ രാഷ്ട്രീയ സ്വാധീനമാണ് പ്രധാന വിഷയമെന്ന് ഹർജിക്കാരി പറഞ്ഞു. ഈ മരണവുമായി ബന്ധപ്പെട്ട കളക്ടറുടെ മൊഴി ഏറ്റവും ദുരൂഹമാണ്. മാത്രമല്ല റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും വിശദമായ അന്വേഷണം നടന്നിട്ടില്ല. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ജില്ലയിലെ രണ്ടാമനായ A.D.M.ന്റെ മരണത്തിൽ കുടുംബം ഇത്രയേറെ ദുരൂഹത ആരോപിക്കുമ്പോൾ എന്തുകൊണ്ട് വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നില്ല? ഈ വിഷയത്തിൽ കളക്ടർ, ദിവ്യ, പ്രശാന്തൻ എന്നിവർക്കൊക്കെ പാർട്ടിയുടെ അകമഴഞ്ഞ പിന്തുണയുണ്ട് എന്നത് ഇതുവരെയും ഇവരെയൊക്കെ നേരാവണ്ണം ചോദ്യം ചെയ്യാത്തതും SIT രൂപീകരിച്ച CPM വലം കൈയായിട്ടുള്ള ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചതായതുമൊക്കെ സർക്കാരിന്റെ ഭാഗത്ത് കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമം നടക്കുന്നുവെന്ന ആരോപണത്തിന് പുതിയ തലം നൽകുന്നുണ്ട്. മാത്രമല്ല ഇതിന്റെ ഉന്നതരിലേക്ക് ഗോവിന്ദന്റെയും ഭാര്യ ശ്യാമളയുടെയും പേരുകൾ കൂടി വരികയും ചെയ്യുന്നുണ്ട്. നന്ദി.